അല്ല അതെന്താ അറിയോ, ചിലപ്പോൾ ഈ ഒരു ഒഴിവ് കാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. അന്നുണ്ടായത് അവര് കൊല്ലാൻ ശ്രമിച്ചു, ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വീട് പറഞ്ഞിരിക്കുന്നത് ഒന്നും തള്ളും ഉണ്ടായിട്ടുള്ളൂ, അതിനെ പറ്റുന്ന പറയുന്നത്. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞപ്പോ മന്ത്രി സത്യം മനസ്സിലാക്കി. കാരണം ഇനിയിപ്പോ ജനങ്ങളുടെ കൂടെ കഴിയണമല്ലോ. അതുകൊണ്ടാണ് ഇതുവരെ മന്ത്രി ആയതുകൊണ്ട് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച മുതൽ അതില്ലാതെ മനസ്സിലായപ്പോ സത്യം പറയാൻ തുടങ്ങി. സ്പീക്കർ 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ. കാരണം ഇപ്പൊ സ്പീക്കറാണ്, അതുകൊണ്ട് ആ പദവിനെ ബഹുമാനിക്കണമല്ലോ. 2 ആഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം സ്പീക്കറല്ല. അന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസുകാർ ആക്രമിച്ചു, അതൊന്നൊരു സ്പീക്കർ പറയാൻ പാടില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് പറഞ്ഞു ആയുധം കൊണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് ചില ചാനലിൽ അന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടും അന്ന് ആയുധം കൊണ്ട് ആക്രമിച്ചെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഇന്ന് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പണ്ട് ഈ പ്രിന്റ് മീഡിയ മാത്രമുള്ളപ്പോ ഞങ്ങളും സൗകര്യം പോലെയൊക്കെ അന്ന് പറഞ്ഞ അല്ലാന്നൊക്കെ പറയാണ്ട് ഇപ്പൊ വിഷ്വൽ മീഡിയ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. ഇത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരാവുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.